മധ്യപൂർവേഷ്യൻ സംഘർഷം അങ്ങനെ തുടരുകയാണ്. കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമനയുടെ മകൻ മോജ്തബ ഖമനയെ ഇറാന്റെ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തിരിക്കുന്നു. അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ആണ് മോജ്തബയെ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തത്. തന്റെ അംഗീകാരമില്ലാതെ ഇറാന്റെ പുതിയ നേതാവിന് അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കി. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. ബാരലിന് $100 കടന്നിരിക്കുന്നു. അതേസമയം 10ാം നാളിലും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണം തുടരുന്നു. ബഹ്റൈനിൽ പുലർച്ചെയും ആക്രമണമുണ്ടായി. സിത്ര ഐലൻഡിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കുവൈറ്റിലും പുലർച്ചെ ആക്രമണം നേരിട്ടതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഏറ്റവും ഒടുവിൽ റഹീസ് നൽകുന്ന വിവരം ഫുജൈറയിൽ വീണ്ടും എണ്ണ വ്യവസായ മേഖലയിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. അവിടേക്ക് ആക്രമണം നടന്നിരിക്കുന്നതാണ്. മുഹമ്മദ് റഹീസ് ദുബൈയിൽ നിന്ന്, ഒപ്പം ജലീൽ കണ്ണമംഗലം സൗദിയിൽ നിന്ന്, ജിദ്ദയിൽ നിന്ന്, മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്ന് ചേരും. ആദ്യം റഹീസിലേക്ക് പോവുകയാണ്. റഹീസ്, ആക്രമണം ഇങ്ങനെ ഒരു വശത്ത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഗൾഫ് മേഖലയിൽ, പ്രത്യേകിച്ച് UAE സാഹചര്യം? ഏറ്റവും ഒടുവിൽ വരുന്നതും എണ്ണ സംഭരണ മേഖലയിലേക്ക് അല്ലെങ്കിൽ എണ്ണ മേഖലയിലേക്ക് ആക്രമണം വരുന്നുവെന്നത്. ഗോകുൽ, ഇന്നലെ രാത്രിയും ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ ആക്രമണം തുടരുകയാണ്. അതിന്റെ വിവരങ്ങളാണ് രാവിലെ തന്നെ പുറത്തു വരുന്നത്. അതിൽ പ്രധാനമായിട്ടും UAE ഇന്നലെ 2 തവണയാണ് സൈറൻ മുഴങ്ങിയിരുന്നത്. അത് ഫുജൈറയിലും ദുബായിലും ഉൾപ്പെടെ ഇന്നലെ രാത്രി അപകട സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു, അലേർട്ട് ആകാനുള്ള സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ഫുജൈറയിൽ വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന വിവരമാണ്. അതിൽ എണ്ണ വ്യവസായ മേഖലയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. 2ാം തവണയാണ് ഈ ഫുജൈറ ഓയിൽ ഇൻഡസ്ട്രിയൽ സോണിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ആർക്കും പരിക്കില്ല എന്നാണ് ഫുജൈറ മീഡിയ ഓഫീസ് അറിയിക്കുന്നത്. അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ എണ്ണ വ്യവസായ മേഖലയിലേക്ക്, ഊർജ്ജ മേഖലകളിലേക്ക്, തുറമുഖങ്ങളിലേക്ക്, ഇവിടെയൊക്കെയുള്ള ഇറാന്റെ ആക്രമണം തുടരുകയാണ്. ഗൾഫ് മേഖലയിൽ തുടർച്ചയായ ആക്രമണം ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുൻപ് ഈ ബഹ്റൈനിലാണ് പുലർച്ചെ കാര്യമായിട്ടുള്ള ആക്രമണം ഉണ്ടായത്. സിദ്ര ഐലൻഡിൽ വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായി എന്നുള്ള വിവരം ബഹ്റൈൻ അതോറിറ്റി തന്നെ, അവിടുത്തെ ആഭ്യന്തര മന്ത്രാലയം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. മീഡിയ ഹൗസ് അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നുമുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റതായി കൂടി പറയുന്നുണ്ട്. സാധാരണഗതിയിൽ ലഭിക്കുന്ന അപ്ഡേറ്റുകളിൽ ആദ്യം ഈ പരിക്കേറ്റവരുടെ അപ്ഡേറ്റുകളൊന്നും ലഭിക്കാറില്ല. തീവ്രമായിട്ടുള്ള ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പരിക്കേറ്റവരെ കുറിച്ച് ആദ്യഘട്ടത്തിൽ തന്നെയുള്ള വിവരങ്ങൾ ലഭിക്കുക. അവിടെ തീവ്രമായിട്ടുള്ള ആക്രമണം നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ് എന്നുകൂടി ബഹ്റൈനിൽ നിന്ന് വിവരം വരുന്നുണ്ട്. കുവൈറ്റിലും പുലർച്ചെ ആക്രമണം നേരിട്ടതായി പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നുണ്ട്. അവിടെ ഏതാണ്ട് 1 മണിക്കൂർ മുൻപും അലേർട്ട് നൽകിയിരുന്നു. നമുക്ക് മനസ്സിലാകുന്നത് 3 തവണ രാവിലെ കുവൈറ്റിൽ അലാറം മുഴങ്ങിയിട്ടുണ്ട്. സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം അവിടെ 3 തവണയാണ് ഇന്ന് പുലർച്ചെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിൽ അലേർട്ടുകൾ കുവൈറ്റിലുമുണ്ട്. ആക്രമണം നടക്കുന്നു, ബഹ്റൈനിലും ആക്രമണം നടക്കുന്നു, UAE രാവിലെ ആക്രമണം ഉണ്ടായി. അതിനപ്പുറത്തേക്ക് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനുമായി കഴിഞ്ഞ ദിവസം രാത്രി സംസാരിച്ചിരുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഇറാന്റെ ആക്രമണത്തിനെ അപലപിക്കുന്നുവെന്നും ഒപ്പം തന്നെ പരമാധികാരത്തിന് നേരെയുള്ള ആക്രമണമാണ് എന്നുള്ള വിവരം മാത്രമാണ് ആ ഫോൺ സംഭാഷണത്തിന്റേതായി പുറത്തുവിട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്നലെ രാത്രി ഈ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനും ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രി UAE സൈനിക മന്ത്രിയുമായിട്ടുള്ള, ഒപ്പം ദുബായ് കിരീടാവകാശിയായിട്ടുള്ള ഷെയ്ഖ് ഹംദാൻ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ രാത്രി ഈ പ്രതിരോധ മന്ത്രാലയം ഓഫീസ് സന്ദർശിച്ചിട്ടുണ്ട്. അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. എന്തായാലും പുലർച്ചെയും ആക്രമണത്തിന്റെ വാർത്തകൾ തന്നെയാണ് ഗൾഫ് മേഖലയിൽ നിന്ന് വരുന്നത്. ഗൂഗിൾ, ശരി. റഹീസാണ് കൂടുതൽ വിവരങ്ങളുമായി UAE നിന്നും ചേർന്നത്. ജലീൽ കണ്ണമംഗലം കൂടി ചേരുന്നുണ്ട്. ജലീൽ, സൗദിയിൽ അപ്പോഴപ്പോൾ ഡ്രോണുകളെ പ്രതിരോധിക്കുന്നുണ്ട് എങ്കിലും ഇപ്പോൾ പുതുതായി ഒരു ഡ്രോൺ കൂടി, അത് ഓയിൽ ഫീൽഡിനെ ലക്ഷ്യമിട്ടുണ്ടായ ഒരു ഡ്രോൺ കൂടി പ്രതിരോധിച്ചു എന്നുള്ള വിവരം വരുന്നു. പറയൂ, ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? സ്മിത, ഗോകുൽ, സൗദിക്ക് നേരെ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി പലതവണ ആക്രമണം ഉണ്ടായി. റിയാദിന് നേരെയും ഷൈബ എണ്ണപ്പാടത്തിന് നേരെയും അൽഖർജിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെയും അൽജോഫിന് നേരെയുമായി 6 ഡ്രോണുകളും 2 മിസൈലുകളും ഉപയോഗിച്ച് ഇന്നലെ രാത്രിയും ഇന്നുമായി ആക്രമണ ശ്രമം ഉണ്ടായി. എല്ലാം സൗദി പ്രതിരോധ സേന തകർത്തു. അതേസമയം സൗദിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ഞെട്ടിക്കുന്ന വാർത്തയാണ് റിയാദിനടുത്ത അൽഖർജിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം പുറത്തു വന്നത്. പ്രവാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സങ്കടകരമായ വാർത്ത. അൽഖർജ് പ്രവിശ്യയിലെ ഒരു സ്വകാര്യ കമ്പനിയുടെ താമസ സ്ഥലത്ത് മിസൈൽ പതിച്ച ഒരു ഇന്ത്യക്കാരൻ ഉൾപ്പെടെ 2 പേരാണ് മരിച്ചത്. സൗദിയിൽ ഇതിനിടെ നിരവധി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒരു മെയിന്റനൻസ് ആൻഡ് ക്ലീനിങ് കമ്പനിയുടെ ലേബർ ക്യാമ്പ് ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം നടന്നതെന്നാണ്
സൗദി സിവിൽ ഡിഫൻസ് അറിയിച്ചിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു, ഒരാൾ ഇന്ത്യക്കാരനും മറ്റൊരാൾ ബംഗ്ലാദേശ് പൗരനുമാണ്. ഈ അപകടത്തിൽ 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരെല്ലാം ബംഗ്ലാദേശ് സ്വദേശികളാണ് എന്നാണ് റിപ്പോർട്ട്. ഇവർ താമസിച്ചിരുന്ന കെട്ടിടത്തിന് മുകളിലേക്കാണ് മിസൈൽ പതിച്ചത്. അതുകൊണ്ട് തന്നെ കെട്ടിടത്തിന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പെട്ടെന്നുണ്ടായ ആക്രമണമായിരുന്നു. അതുകൊണ്ട് തന്നെ തൊഴിലാളികളെല്ലാം പരിഭ്രാന്തരായിരുന്നു. ഏതായാലും ആ സംഭവം നടന്ന ഉടൻ തന്നെ സൗദി സിവിൽ ഡിഫൻസ് സംഘം സ്ഥലത്തെത്തി പരിക്കേറ്റവർക്ക് ഉടൻ തന്നെ വൈദ്യ സഹായം ലഭിക്കുകയും അവരെ തൊട്ടടുത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റുകയും ചെയ്തു. ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇത്തരം ആക്രമണങ്ങൾ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് സൗദി സിവിൽ ഡിഫൻസ് ഇതിനുശേഷം പ്രതികരിച്ചു. ഏതായാലും പ്രവാസി മേഖലയെ സംബന്ധിച്ച് വലിയൊരു ആഘാതമാണ് ഈ ഒരു വാർത്ത. ജോലി തേടി എത്തിയ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് താമസ സ്ഥലത്ത് വെച്ച് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു എന്നത് അങ്ങേയറ്റം വേദനാജനകമാണ്. സൗദിയിൽ നിരന്തരം ആക്രമണങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആദ്യമായാണ്. അൽഖർജ് ഉള്ളത് റിയാദിനടുത്താണ്. അമേരിക്കൻ സൈനിക താവളമായ പ്രിൻസ് സുൽത്താൻ എയർബേസും ഈ അൽഖർജിയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ എയർബേസിന് നേരെ നിരവധി ആക്രമണങ്ങളാണ് ഇറാൻ ഇതുവരെ നടത്തിയത്. 36 ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇന്നലെ മാത്രം സൗദിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഏറ്റവും കൂടുതൽ ആക്രമണം നേരിട്ടത് ഇന്നലെ തന്നെയായിരുന്നു. റിയാദ് ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങളും ഉണ്ടാകുന്നത്. റിയാദിലെ ഡിപ്ലോമാറ്റിക് ക്വാർട്ടർ, റിയാദിനടുത്ത് അൽഖർജ്, റുബൽ ഖാലി മരുഭൂമിയിലെ ഷൈബ എണ്ണപ്പാടം, റാസൻ നൂറിയയിലെ അരാംകോ എണ്ണ ശുദ്ധീകരണശാല, അൽജോഫ് തുടങ്ങിയവയാണ് ഇതുവരെ ആക്രമണം നേരിട്ട സ്ഥലങ്ങൾ. സ്മിത, ഗൂഗിൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.